നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. തനിക്കൊരു പ്രശ്നമില്ലാതെ അകത്ത് കിടന്ന പോരെ, അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കാം. ഒരു കാര്യം ചെയ്യേ, താൻ ഇവിടെ നിൽക്ക, ഞാൻ ബൈക്ക് എടുത്ത് അകത്തേക്ക് പോവാം, എന്നിട്ട് താൻ വന്നാൽ മതി. അയ്യടാ, ഈ രാത്രി വഴിയിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാനോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എന്നാ പിന്നെ നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് അകത്തോട്ട് പോവാം. എല്ലാരോടും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വന്നെന്ന് പറയാം. ഞാൻ ഇവിടുന്ന് പുറത്തു പോയ കാര്യം അവരെല്ലാരും അറിഞ്ഞു കാണും. ഭക്ഷണം കഴിക്കാൻ ഗീതമ്മേന്റെ വിളിക്കുമ്പോ ഞാൻ മുറിയില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. ഒരു കാര്യം ചെയ്യാം, താൻ ആരും കാണാതെ നടന്നിയെന്ന് ആ ഗാർഡനിലെ ബെഞ്ചിരിക്കുക. ആരെങ്കിലും ചോദിച്ചാ വന്നിട്ട് കുറെ നേരമായെന്ന് പറഞ്ഞാൽ മതി. ഇത് വർക്കൗട്ട് ആവോ? അവരിപ്പോഴും മുകളിൽ തന്നെ നിൽക്കുക. അവരൊന്നും കാണാൻ പോകുന്നില്ല, ചെടികളുടെ ഇടയിലൂടെ മറഞ്ഞു പോയാൽ മതി. തന്റെ ഫോണിൽ തന്നെ എന്തിനാ? എനിക്ക് ഒറ്റയ്ക്ക് പോലെ ധൈര്യം ഇല്ല നിഖിൽ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ആദ്യം അകത്തേക്ക് പോവാം. നീയേ എന്റെ കോളിൽ ലൈനിലുണ്ടായാൽ മതി. നീയും ഹെഡ്ഫോൺ എടുത്ത് വെച്ചോ. ഞാൻ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ട് സിഗ്നൽ തരാം. കുഴപ്പമാവില്ലല്ലോ അല്ലേ? ഒരു കുഴപ്പമാവില്ല, നീ ധൈര്യമായിട്ട് ഇവിടെ നിൽക്കുക. ശേ, ഒന്നുമില്ലല്ലോ, നമ്മുടെ ഗേറ്റിന്റെ മുൻവശമല്ലേ, തന്നെ ഇവിടെ ആരും ഒന്നും ചെയ്യില്ല. അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ. നീ ഇവിടെ നിൽക്കുക, ഞാൻ വിളിക്കാം. നീ കോളി നിൽക്കുക. നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുന്നത് നല്ല കാര്യമല്ലേ? അല്ലടോ, അതൊന്നും സാരമില്ല. നിഖിലാണെന്ന് തോന്നുന്നു. നിഖിലിന്റെ കാര്യത്തിലാ ഇനി ഇവിടെ അടുത്ത ലഹള ഉണ്ടാവാൻ പോകുന്നത്. അവന്റെ മനസ്സിലുള്ള പെണ്ണ് ആരാണെന്ന് അവൻ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. സമയം വരട്ടെ, അപ്പോഴത്തേക്ക് നോക്കാം. നല്ല മഞ്ഞുണ്ട്, വാ നമുക്ക് പോയി കഴിക്കാം. ഇവിടെ ആരുമില്ല, നീ ധൈര്യമായിട്ട് പോരെ. ശരി. ഇവനെ സ്നേഹിച്ചത് മുതൽ എനിക്ക് കഷ്ടകാലമാണല്ലോ ദൈവമേ. കഴിക്ക്. നിഖില് വന്നല്ലോ. എന്നാ പിന്നെ നിഖിലിനോട് വിളമ്പ്. ചെറിയ ഒരു പ്ലേറ്റിംഗ് എടുത്ത്. നിഖിലേ, വാ ഇരിക്കടാ. ശരി. ഗീതമാമ്മ എന്താ ആലോചിക്കുന്നേ? അല്ല, ഒരാളും കൂടി വരാനുണ്ടല്ലോ. ഇനി ആരാവനുള്ളത്? ബാക്കിയുള്ളവരും കഴിച്ചല്ലോ. ഇല്ല, ശ്രേയമോള് വന്നില്ല. അവളെവിടെ പോയി? ശ്രേയ എവിടെ പോയി? വരാനുള്ളവരൊക്കെ വരും അപ്പച്ചി. അമ്മേ, എനിക്ക് 2 ചപ്പാത്തി എടുത്തു പോയി, വിശക്കുന്നു. എടാ ദുഷ്ട, എന്റെ കാര്യം ഓർക്ക പോലും ചെയ്യാതെ പോയി കഴിക്കായിരിക്കുന്നു. രാജി, നീ പോയി ആ ശ്രേയമോളെ വിളിച്ചോണ്ട് വന്നേ. ശരി. ഈശ്വര, ജോലിക്കാരി എന്നെ വിളിക്കും, മുറിയിൽ ചെല്ലും. ഞാൻ അവിടെ ഇല്ലെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇപ്പൊ ചാടി അകത്ത് കയറിയ ഞാൻ നിഖിലിന്റെ കൂടെ വന്നതെന്ന് സംശയം തോന്നുകയും ചെയ്യും. ദൈവമേ. നീ ഇതുവരെ എവിടെയായിരുന്നു? അത് പിന്നെ എനിക്ക് പുറത്തു പോയി കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. എടാ, നീ എന്തിനാണ് എപ്പോഴും ഈ ചെവിയിൽ കുന്നം വെച്ചിരിക്കുന്നത്? ഇത് അധികം ഉപയോഗിക്കുന്നത് കേടാണെന്ന് എനിക്കറിയില്ലേ? ഇപ്പൊ അങ്ങനൊന്നും ഇല്ല അച്ഛാ. അമ്മേ, കുറച്ചൊരു കറിയും കൂടെ ഒഴിച്ചേ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പച്ചി കഴിക്കാം. തിന്നടാ തിന്ന്. മനുഷ്യനോട് വിശന്ന് പൊരിഞ്ഞിരിക്കുമ്പോ നിങ്ങൾ വയറു നിറച്ച് കഴിക്കല്ലേ? ഇതാണോ നിനക്ക് എന്നോടുള്ള സ്നേഹം? കഴിക്കേ. ശ്രേയമോൾ അവിടെ ഇല്ലല്ലോ.
ഇല്ലേ? പിന്നെ അവളെവിടെ പോയി? എങ്ങോട്ട് ഇറങ്ങി പോകുന്നത് കണ്ടില്ലല്ലോ. അല്ല, നേരത്തെ തൊട്ട് ശ്രേയ ഇവിടെ കാണാനില്ലായിരുന്നല്ലോ. ഞാൻ കരുതിയത് മുറി അടച്ചിരിക്കുമായിരിക്കുന്ന. മുറിയിലും ഇല്ലെങ്കിൽ പിന്നെ അവൾ എവിടെ പോയി? ഓരോരുത്തർ വളർത്തിയതിന്റെ ഗുണം. വളർത്തിയതിന്റെ ഗുണം ഒന്നും നീ പറയണ്ട. സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് മതി വല്ലവരുടെയും കണ്ണിലെയും കരടെടുക്കാൻ പോകുന്നത്. ശ്രേയയുടെ കാര്യം പറയുമ്പോ നിങ്ങൾ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ വഴക്ക് കൂടുന്നേ? ആ പെണ്ണേ മുറ്റത്ത് മൊബൈലിൽ ഗെയിം കളിച്ചോണ്ട് അവിടെ ഇരിപ്പുണ്ട്. പെണ്ണോ? ആര്? ശ്രേയമോളോ? മോളോ? ആ. അവളെയാണോ മോളെന്ന് വിളിക്കുന്നേ? രണ്ട് പിള്ളേരെ തള്ളയാവുള്ള പ്രായമായി. അതിന് നീ അവളെ എപ്പ കണ്ടു? അത് ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോഴേ അവൾ ആ മൊബൈൽ നോക്കി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇവൾക്കൊക്കെ മൊബൈൽ നോക്കി ഇരിക്കല്ലാതെ വേറെ ഒന്നും സമയമില്ലേ? ഇവിടെ അടുക്കളയിൽ വന്ന് എന്തെങ്കിലും ജോലി ചെയ്ത് നിങ്ങളെയൊക്കെ ഒന്ന് സഹായിച്ചോടെ? എടാ മഹാഭാവി, നീ എനിക്കെതിരെ പാര വെക്കുന്നു. ശരിയാക്കി തരാ ഞാൻ. അയ്യോ. ദൈവമേ, നീ ഇതെവിടെയായിരുന്നു? നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? ആഹാരം കഴിക്കുന്നില്ലേ? ഞാനൊരു ഗെയിം കളിച്ചോണ്ടിരിക്കായിരുന്നു ആന്റി. ആഹാരം കഴിക്കാൻ വാ. ഞാൻ വരാം. ആന്റി പോയിക്കോ. അല്ല, നമ്മൾ മുകളിൽ നിന്നപ്പോ ശ്രേയ ചാരു ബെഞ്ചിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ആ എന്തോ എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. ആ ഇല്ലായിരുന്നല്ലോ. ശ്രേയ കുറച്ചു നേരമായിട്ട് മുറ്റത്തൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പൊ എങ്ങനെ വന്നു? വരാൻ വാ, വന്നിങ്ങോട്ട്. വാ. ആ അതിങ്ങടുത്തേ. ഇവനെന്താ ചിരിക്കുന്നത്?